ദമാബലിക്ക് ആദ്യത്തെ പരിപാടിയായിട്ട് വന്നേക്കണം. അപ്പൊ അത് വൻ സന്തോഷമുണ്ട്. ഞാൻ എന്തുട്ടാ ഇനി സ്ഥിരമാക്കിക്കോളാൻ. സ്ഥിരം വേറെ പണിയെടുക്കട്ടെ, ചില ജീവിക്കട്ടെ. അപ്പൊ ഇനിയും ഇതേപോലത്തെ പരിപാടി. ഞാനിപ്പോ വന്നപ്പോ തന്നെ എനിക്ക് ആ AV തന്നത് അടിപൊളിയായിരുന്നു. ഞാൻ ഇത്ര നാളും ചെയ്ത പടങ്ങളെല്ലാം എനിക്ക് ഫ്രണ്ടിലിരുന്ന് കാണാൻ പറ്റി. ആ ഒരു ജേർണി മൊത്തം എനിക്ക് എന്റെ പരിപാടി കിട്ടി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇനിയും ഇതേപോലത്തെ പരിപാടിക്ക് വിളിച്ച ഞാൻ വരും, വിളിക്കണം. അപ്പൊ വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരെ കാണാൻ പറ്റിയാലും സംസാരിക്കാൻ പറ്റിയാലും. എന്തുട്ട് എന്തോ അവിടെ ഇച്ചിരി ലൈറ്റ് തന്നെ അർജുൻ വിളിച്ച ആളുകൊണ്ട് ഇച്ചിരി ലൈറ്റ് തന്നെ അവിടെ എല്ലാരും ഒരു കൈയെടുത്ത് പൊക്കി കാണിച്ച അർജുന് വേണ്ടിട്ട്. എന്റെ പൊന്നത് കുറച്ച് സീനാണ്. വളരെ ഹാപ്പി പോയി. സ്നേഹം ഉണ്ടെന്ന് വിചാരിച്ചില്ല നമുക്ക്. എനിക്ക് സുമതി വളവിലെ ക്യാരക്ടർ എല്ലാം ചെയ്യുന്നത് ഓരോന്നും ഗംഭീരമാണ്, അതിൽ യാതൊരു സംശയമില്ല. അപ്പോ അവരെ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അർജുന്റെ ആ സിംഗിങ് ടാലന്റും കൂടി നമ്മൾ എടുത്ത് വളരെ ഏറ്റവും വലിയ പ്രശ്നം കോമഡി എന്ന് വെച്ചാല് എന്നെ കൊണ്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലരെ. നമ്മളൊരു TV ഷോനുമായിട്ട് അർജുൻ പാടിയത് ഇഷ്ടമായില്ല. എനിക്ക് ഒരു വലിയ കൈഡി തന്നെ. അടുത്ത ഫ്ലൈറ്റ് നാളെ രാവിലെ 7 മണിയാവുന്നത് കുഴപ്പമില്ല. അല്ലേ പുതിയൊരു താളം വേഗം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. ആരാരെ ആരെ ഉണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരെ ആദ്യം ഉണർത്തി, ആരാരുടെ നോവ് പകർത്തി, ആരാരുടെ ചിറകിലൊരുങ്ങി അറിയില്ലല്ലോ, അറിയില്ലല്ലോ, അറിയില്ലല്ലോ. വേഗം പൂത്തു തുടങ്ങി, മോഹം പെയ്തു തുടങ്ങി, കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം. താങ്ക് യു. അപ്പോ അർജുൻ എൻട്രി സൂപ്പറാക്കില്ലേ? സൂപ്പറായില്ലേ? അപ്പൊ ഞാനങ്ങട് ഇനി പോകരുത്. ഇനി കുറച്ച് പരിപാടികളുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ ഫ്രണ്ടിൽ കുറച്ച് നേരവും കൂടി കേട്ടോ. താങ്ക്സ്.